സിജു കണ്ണൻ കൂടി കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. സിജു, ഗുഡ് മോർണിംഗ്. ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു മാസം നീണ്ട വലിയ പ്രചരണം, നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചരണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ പ്രചരണമൊക്കെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുമ്പോൾ അവസാനവട്ട ആത്മവിശ്വാസം മുന്നണികൾക്ക് എങ്ങനെയാണ്? ഒപ്പം തന്നെ മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ? മനു, കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ കാണാം ഈ ദൃശ്യങ്ങളിൽ. ഇവിടെ കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള പോളിംഗ് ബൂത്ത് തയ്യാറായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ രാവിലെ മുതൽ എത്തി മോക്ക് പോൾ പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. വോട്ടർമാർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ മതി. രാവിലെ തന്നെ വോട്ടർമാർ എത്തിയിട്ടുണ്ട്. ആദ്യം വോട്ട് ചെയ്തുകൊണ്ട് തിരക്കില്ലാതെ മടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പോളിംഗിലേക്ക് കടക്കുന്നത്, വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ചയായ എല്ലാ വിഷയങ്ങളും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും LDF വികസനവും അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 9.5 വർഷക്കാലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നാടിനുണ്ടായ വലിയ മുന്നേറ്റമെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് LDF കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വോട്ടർമാരെ നേരിട്ട് കണ്ടത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടി നടപ്പിലാക്കിയ വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു. അതിനാണ് LDF വോട്ട് തേടിയത്. അതേസമയം തന്നെ UDF ഈ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. LDF ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥികളെ വലിയ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി LDF സ്ഥാനാർത്ഥികൾ മുന്നിലെത്തിയപ്പോൾ UDF-നകത്തും അതോടൊപ്പം തന്നെ NDA-ക്കകത്തും വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി ഉയർന്നു വന്നതാണ്. കാസർഗോഡിനെ സംബന്ധിച്ചാണെങ്കിൽ 11,12,190 വോട്ടർമാരാണ് ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 5,24,022 പേർ പുരുഷന്മാരാണ്. 5,88,156 പേർ സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് കൂടുതൽ. 12 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. 129 പ്രവാസി വോട്ടർമാരുണ്ട്. ആകെ 1370 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ 725 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 92 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്തിൽ 18 ഡിവിഷനുകളിൽ 3 നഗരസഭകളിൽ 120 വാർഡുകളിലേക്കായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജില്ലയിൽ 119 പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ കെൽട്രോൺ മുഖേന വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകെ പോളിംഗ് ഉദ്യോഗസ്ഥർ 6,584 പേരാണ്. പുരുഷോദ്യോഗസ്ഥന്മാർ 3,995 പേർ, വനിതാ ഉദ്യോഗസ്ഥന്മാർ 2,589 പേർ. പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ സുരക്ഷയാണ് ഇവിടെയെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് കാസർഗോഡ് കടക്കുകയാണ്. എല്ലാവരും തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാം അതിരാവിലെ തന്നെ നീണ്ട നിര വോട്ടർമാരുടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനു.